പതിവ് പോലെ ഇരിട്ടി താലൂക്ക് ഓഫീസിന്റെ പ്രവർത്തനം നടന്നു വരുന്നതിനിടയിലാണ് കൃത്യം 4 മണിക്ക് തന്നെ ഇരിട്ടി താലൂക്ക് ഓഫീസിൽ സൈറൺ മുഴങ്ങിയത്. ഉടൻ തന്നെ ഓഫീസിനുള്ളിലുള്ള ലൈറ്റുകളെല്ലാം അണച്ച് നേരെ ഓഫീസിന്റെ അടിവശമുള്ള സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങി. ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും സിവിൽ ഡിഫൻസും സ്ഥലത്തെത്തി ആളുകളെ ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകി. എല്ലാവരും സുരക്ഷിത സ്ഥാനത്ത് എത്തിയ ഉടനെ NCC കേഡറ്റുകൾ, NCC ഓഫീസർമാർ എന്നിവരും സ്ഥലത്തെത്തി. പരിക്കേറ്റവരെ കൊണ്ടുപോകുന്നതിനുള്ള സ്ട്രക്ചറും ഒരുക്കി. ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി. കണ്ണൂർ ജില്ലയിലെ 6 കേന്ദ്രങ്ങളിലായിരുന്നു മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിരുന്നു ഈ മോക്ക് ഡ്രിൽ എന്ന് ഇരിട്ടി തഹസിൽദാർ CV പ്രകാശൻ പറഞ്ഞു. ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിന് പറ്റി ഒരു അവബോധം എല്ലാവരും ഉണ്ടാക്കാനും ജനങ്ങളെ ദുരന്തമുഖത്ത് നിന്ന് രക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മോക്ക് ഡ്രില്ലാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. സാധാരണ വിവിധ ദുരന്തങ്ങളെ നേരിടുന്നതിന് വേണ്ടി സാധാരണ നാം മോക്ക് ഡ്രില്ല് നടത്താറുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്രാവശ്യവും നടത്തിയിട്ടുള്ളത്. പ്രത്യേക സാഹചര്യമല്ല. പക്ഷേ ഏത് ദുരന്തം വന്നാലും എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ദുരന്തം എങ്ങനെയാണ് ഏറ്റവും കുറച്ച് നമ്മൾ ജനങ്ങളെ രക്ഷിച്ചെടുക്കേണ്ടത് എന്ന് അവബോധം എല്ലാവരിലും, അത് നമുക്ക് ആ മേഖലയെ കൈകാര്യം ചെയ്യുന്ന ഫയർഫോഴ്സ് ആയാലും പോലീസായാലും മറ്റ് ഫോഴ്സുകളായാലും സിവിലിയൻസ് ആയാലും ഒക്കെ ഒരു പരിശീലനം നൽകുക എന്നുള്ളതുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജില്ലയിൽ 6 സ്ഥലങ്ങളിലായിട്ടാണ് ഇന്ന് ഇതുപോലെ മോക്ക് ഡ്രില്ല് നടത്തുന്നത്. നമ്മൾ പ്രധാനമായും ഈ ഏരിയയിൽ എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് ആൾക്കാരെ ഒഴിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയായിരുന്നു. ഒഴിപ്പിച്ച് ബങ്കറുകളിലേക്ക്, സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുക എന്നതാണ് ഇന്നത്തെ മോക്ക് ഡ്രില്ലിൻ്റെ അടിസ്ഥാനമായ കാര്യം. അരമണിക്കൂറിന് ശേഷം അടുത്ത സൈറൺ മുഴങ്ങിയതോടെ ജീവനക്കാർ തിരിച്ച് വീണ്ടും ഓഫീസിലേക്ക് തന്നെ മടങ്ങി. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി.